ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതോടെ അദ്ദേഹത്തിന്റെ പിൻഗാമി ആരായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ലോകം. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനത്തെ തുടർന്നാണ് 2013 മാർച്ച് 13 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആഡംബരങ്ങളും സമ്പത്തും ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിത പ്രകാശം കണ്ടെത്തിയ അസിസിയയിലെ ഫ്രാൻസിസിന്റെ പേരും അദ്ദേഹം സ്വീകരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിൽ 9 ദിവസത്തെ ദുഃഖാചരണം ഉണ്ടാകും. അതിനുശേഷമാകും അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുക. പേപ്പൽ കോൺക്ലേവ് എന്ന പേരിൽ നടക്കുന്ന സമ്മേളനത്തിൽ രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുക. 80 വയസ്സിൽ താഴെയുള്ള 138 കർദിനാൾമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുക. ഈ പ്രക്രിയ സാധാരണയായി 15 മുതൽ 25 ദിവസം വരെ നീളാം. പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. ഒരു റൗണ്ട് വോട്ടെടുപ്പ് നടത്തി സമവായമായില്ലെങ്കിൽ ആ ബാലറ്റുകൾ കത്തിക്കും. സിസ്റ്റൈൻ ചാപ്പലിന് മുകളിലുള്ള ചിമ്മിനിയിലൂടെ കറുത്ത പുക ഉയർന്നു വരും. തെരഞ്ഞെടുപ്പ് വീക്ഷിക്കുന്നവർക്കുള്ള സന്ദേശമാണിത്. വോട്ടെടുപ്പിനൊടുവിൽ ഒരു കർദിനാളിന് ഭൂരിപക്ഷം ലഭിച്ചാൽ ചിമ്മിനിയിലൂടെ വെളുത്ത പുക വരും. ശേഷം മാർപ്പാപ്പയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ ആഴ്ചകൾ കഴിയുമെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി നിരവധി പേരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്. കർദിനാൾ പീറ്റർ എർഡോയാണ് ഇതിൽ ആദ്യത്തേത്. ഹംഗറിയിൽ നിന്നുള്ള കർദിനാളാണ് 72കാരനായ പീറ്റർ എർഡോ. യാഥാസ്ഥിക പുരോഗമന പക്ഷങ്ങൾക്ക് പ്രിയങ്കരൻ. യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും സഭാ നേതൃത്വങ്ങളുമായി നല്ല അടുപ്പമുള്ളയാളാണ് എർഡോ. കുടിയേറ്റ നിലപാടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശയങ്ങളെ എതിർത്തിരുന്നു. 2013 മാർപ്പാപ്പ സ്ഥാനത്തേക്ക് എർഡോയുടെ പേരും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തത് കർദിനാൾ മാരിയോ ഗ്രെഗ്. മാൾട്ടയിൽ നിന്നുള്ള കർദിനാളാണ് മാരിയോ ഗ്രെഗ്. സിനഡ് ഓഫ് ബിഷപ്സിലെ സെക്രട്ടറി ജനറൽ ആണ്. അടുത്തത് കർദിനാൾ യുവാൻ യോസെ ഒമെല്ല. സ്പെയിനിൽ നിന്നുള്ള കർദിനാളാണ് 79കാരനായ യുവൻ യോസെ ഒമെല്ല. സാമൂഹ്യ രീതിയിലൂന്നിയുള്ള കത്തോലിക്ക നിലപാടുകളാണ് യുവാന്റേത്. സഭ പാവപ്പെട്ടവർക്കായി നിലനിൽക്കണമെന്ന് ശക്തമായി വാദിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതേ പ്രകൃതം. സ്പെയിനിലെ മെത്രാൻ സമിതിയുടെ മുൻ അധ്യക്ഷനുമായിരുന്നു. കർദിനാൾ പിയത്രോ പരോളിൻ. ഇറ്റാലിയൻ കർദിനാളാണ് പിയത്രോ പരോളിൻ. നിലവിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ ചുമതലയേറ്റതു മുതൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പദവിയാണ് കൈകാര്യം ചെയ്തത്. അടുത്തത് കർദിനാൾ ലൂയി ആന്റോണിയോ ഗോക്കിംഗ് ടാഗ്ലെ. ഫിലിപ്പീൻസുകാരനായ കർദിനാളാണ് ലൂയി ആന്റോണിയോ ഗോക്കിംഗ് ടാഗ്ലെ. ഏഷ്യൻ ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 2012 ബെനഡിക്ട് മാർപ്പാപ്പയാണ് ആന്റോണിയോ ഗോക്കിംഗ് ടാഗ്ലെയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത്. അടുത്തതായി കർദിനാൾ ജോസഫ് ടോബിൻ. ന്യൂജേഴ്സിയിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പാണ് കർദിനാൾ ജോസഫ് ടോബിൻ. മാർപ്പാപ്പ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആദ്യ അമേരിക്കക്കാരൻ. LGBTQ സമൂഹത്തിന്റെ അവകാശങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കുന്നു. അടുത്തത് കർദിനാൾ പീറ്റർ കൊഡ്വോ ടക്സൺ. ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാകാൻ സാധ്യത കൽപ്പിക്കുന്നയാൾ. ഘാനയിൽ നിന്നുള്ള കർദിനാളാണ്. 1992 ജോൺ പോൾ 2 മാർപ്പാപ്പയാണ് പീറ്റർ ടക്സനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത്. വത്തിക്കാനിലെ ഒട്ടേറെ വകുപ്പുകളിൽ ദീർഘകാല ഭരണപരിചയം. എല്ലാ കർദിനാൾമാരുമായും നല്ല ബന്ധം. കർദിനാൾ മറ്റിയോ മരിയോ സുപ്പി ഇറ്റലിയിലെ ബൊളോഞ്ഞ ആർച്ച് ബിഷപ്പാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി നല്ല അടുപ്പം. 2015 ആർച്ച് ബിഷപ്പായ മരിയോ സുപ്പി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇറ്റാലിയൻ പതിപ്പെന്നാണ് അറിയപ്പെടുന്നത്. ആഡംബരങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് സാധാരണ ജനങ്ങൾക്കൊപ്പമാണ് പ്രവർത്തനം. സൈക്കിളിൽ സഞ്ചരിക്കാൻ മടി കാണിക്കാത്തയാളാണ് മറ്റിയോ മരിയ സുപ്പി. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ സമാധാന ശ്രമത്തിനുള്ള മാർപ്പാപ്പയുടെ പ്രതിനിധിയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി ആരാകുമെന്നത് സംബന്ധിച്ച് സൂചനയൊന്നും വത്തിക്കാൻ ഇതുവരെ നൽകിയിട്ടില്ല. മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും മുഖമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലൊരാൾ ഇനി വത്തിക്കാന്റെ ചരിത്രത്തിൽ ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.